ഹലോ, ഇന്നൊരു പുതിയ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റ് ഹൽവ. 1/2 കിലോ ക്യാരറ്റ് കഴുകി പീൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ഇതാ വച്ചിരിക്കുന്നു, കണ്ടല്ലോ. അപ്പോൾ ഇനി ഇത് വേവിക്കാൻ നമ്മൾ ഒന്ന് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പം ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് നമുക്കിതിനകത്തേക്ക് വെള്ളം വേണ്ട, നമുക്കൊരു 1/4 ഗ്ലാസ് പാലാണ് ചേർക്കേണ്ടത്. നോക്കിക്കേ, പാലുണ്ട്. 1/4 ഗ്ലാസ് പാല് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. പാല് ചേർത്തു. കുക്കർ നമുക്ക് അടച്ച് ഒറ്റ വിസിൽ മതി. അന്നേരത്തേക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കണം നമ്മൾ. അത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തു. നോക്കിക്കേ, ഇച്ചിരി പാലുണ്ടായിരുന്നു, അത് ഞാൻ ഒന്നും കൂടി ഗ്യാസ് ഓണാക്കി വെച്ച് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പേ വെച്ചിട്ട് നമുക്കിതിനകത്ത് വറുത്തൊക്കെ ഇടണ്ടേ. അപ്പോൾ കശുവണ്ടിയും കിസ്മിസൊക്കെ വറുത്തിടണം. അപ്പോൾ അതിന് 2 സ്പൂണ് നെയ്യാണ് ഇതിനകത്ത് ചേർക്കുന്നത്. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. 2 സ്പൂൺ ഇട്ടത് നമുക്കിതിനകത്ത് തന്നെ പിന്നെ ക്യാരറ്റ് ഇട്ട് ഇളക്കണം. അപ്പോൾ അതുകൊണ്ട് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു. ഇനി കശുവണ്ടിയും കിസ്മിസും കശുവണ്ടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കിതിനകത്ത് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കശുവണ്ടി ഇട്ടാൽ അതൊന്ന് മൂത്താകുമ്പോഴേക്കും ഈ കിസ്മിസും ഇടാം. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തൊക്കെ എടുത്ത് മാറ്റി വെച്ചു. ഇനി ആ പാനിലേക്ക് തന്നെ, അതിനകത്ത് നെയ്യുണ്ടല്ലോ, അപ്പോൾ ആ പാനിലേക്ക് തന്നെ നമുക്ക് ഈ ക്യാരറ്റ് ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ക്യാരറ്റ് ഇട്ട് മിക്സ് ചെയ്ത് ആ നെയ്യും ക്യാരറ്റും എല്ലാം കൂടി ഒന്ന് മിക്സാക്കണം. മിക്സാക്കിയിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യണം. അതിൽ ഞാൻ എടുത്തേക്കണ അളവെന്ന് പറഞ്ഞാൽ ഇത് 1/2 കിലോ ക്യാരറ്റാണ് എടുത്തേക്കണം. അതിലേക്ക് ഒരു 1/4 കപ്പ് ഞാൻ കാണിച്ചു തരാം. ഈ 1/4 കപ്പ് അളവാണ് ഞാൻ എടുത്തേക്കണത്. ആ പഞ്ചസാര ഇത് നോർമൽ മധുരമാണ്. 1/4 കപ്പ്. കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഈ 1/4 കപ്പ് പഞ്ചസാര ഇതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി ഈ പഞ്ചസാരയും ക്യാരറ്റും നെയ്യും എല്ലാം കൂടി നല്ല ക്രീമി പോലെയാകും. നല്ല റോസ്റ്റായിട്ട് ആ വെള്ളമൊക്കെ പറ്റി മെൽറ്റായി, പഞ്ചസാരയിലെ വെള്ളമൊക്കെ മെൽറ്റായി. ഇത് കണ്ടോ, നോക്കിക്കേ, പഞ്ചസാര ഇട്ട് കഴിഞ്ഞപ്പോൾ അത് നല്ല ഇതായി. ഇനി ഇതെല്ലാം ഒന്ന് വറ്റി വരണ്ട് വരണ വരെ ആക്കിയെടുക്കണം നമുക്ക്. ഇത് നോക്കിക്കേ, അതെല്ലാം വെള്ളമൊക്കെ പറ്റി നല്ല ഇതായി. ഇനി ഇതിനകത്തേക്ക് ഏലക്ക പൗഡറാണ് ചേർക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് 2 ഏലക്ക ചതച്ച് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്ന് ഇളക്കുക. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട വേറൊരു സാധനമാണ് ഡ്രൈ കോക്കനട്ട് പൗഡർ. എൻ്റെ കയ്യിൽ അതുള്ളത് കൊണ്ടാണ് ഞാനത് ചേർക്കണത്. നമുക്ക് നല്ല തേങ്ങ ചേർത്താലും നല്ലതാണ്. അപ്പോൾ അത് 2 സ്പൂൺ ഡ്രൈ കോക്കനട്ട് പൗഡർ നമുക്കിതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ക്യാരറ്റും കോക്കനട്ട് പൗഡറും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കുക. നേരത്തെ ഇളക്കിയ ആ ക്യാരറ്റ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കശുവണ്ടിയും കിസ്മിസും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കാം. എന്നിട്ട് അത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നമ്മുടെ ക്യാരറ്റ് ഹൽവ എല്ലാം ശരിയായി. ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനൊരു സ്ക്വയർ പോലെയൊക്കെ ആക്കി വെച്ച് ഇനി ഡെക്കണമാക്കിയിട്ട് അടച്ച് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. ഇനി ഇതെടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
ഇത് നല്ല ടേസ്റ്റി ആയിട്ട് ക്യാരറ്റ് ഹലുവ ഉണ്ടാക്കി ഇതേ ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.